ഇത് തുംഗഭദ്രാ നദി, പുരാണത്തിലെ പമ്പാനദി. ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതി ചേർത്ത വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപി ഈ നദിയുടെ ഇരുകരകളിലായാണ് നിർമ്മിക്കപ്പെട്ടത്. പ്രൗഢഗംഭീരമായ ആ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളും വഹിച്ച് ഒഴുകുകയാണ് ഈ നദി. കർണാടക രാജ്യം എന്നറിയപ്പെടുന്ന വിജയനഗരത്തിൻ്റെ 300 വർഷത്തെ ചരിത്രവും അതിൻ്റെ നാൾവഴികളും. ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന ഹരിഹര, ബുക്കരായ എന്നീ സഹോദരങ്ങൾ ജയിൽ മോചിതരായതിനു ശേഷം ശൃംഗേരി മഠത്തിലെ 12ാമത്തെ മഠാധിപതി വിദ്യാരണ്യയുടെ ഉപദേശ നിർദ്ദേശപ്രകാരം 1336 സ്ഥാപിച്ചതാണ് ഈ സാമ്രാജ്യം. വിജയനഗരത്തിന്റെ ആദ്യത്തെ രാജാവായി സംഗമ രാജവംശത്തിലെ ഹരിഹര I ചുമതലയേറ്റു. ഇവർ ഹൊയ്സാല രാഷ്ട്രകൂട രാജ്യവുമായി ബന്ധമുള്ളവരാണ്, അല്ല ആന്ധ്രയിലെ കാകതീയ രാജവംശത്തിൽപ്പെട്ടവരാണ് എന്ന രണ്ടഭിപ്രായമുണ്ട്. എന്തായാലും മുമ്പ് ഈ പ്രദേശത്തിന്റെ ഭരണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ളവരായിരിക്കണം. തെക്ക് സിലോൺ മുതൽ വടക്ക് ഗുൽബർഗ വരെയും കിഴക്ക് ഒറീസ മുതൽ പടിഞ്ഞാറ് മലബാർ വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ സാമ്രാജ്യം. ഇത് കമലാപൂർ തടാകം. 15ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ ഹംപിയുടെ പ്രധാന ജലസ്രോതസ്. മഹത്തായ ഒരു സംസ്കൃതിയെ തൊട്ടറിയുവാനെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലം. ആസ്റ്റിയർ ഗ്രാൻഡിയോസ് സൈറ്റ് എന്നാണ് യുനെസ്കോ ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. തളിക്കോട്ട യുദ്ധത്തിന് ശേഷം വിസ്മൃതിയിൽ ആണ്ടുപോയതോ ആഴ്ത്തപ്പെട്ടതോ ആയ ഈ നഗരത്തെ റോബർട്ട് സ്യൂവൽ രചിച്ച് 1900 പ്രസിദ്ധീകരിച്ച ദ ഫൊർഗോട്ടൺ എംപയർ എന്ന കൃതിയാണ് ഹംപിയെ പിന്നീട് ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ക്വീൻസ് ബാത്ത്. റോയൽ എൻക്ലോഷറിന്റെ പ്രവേശന കവാടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആഡംബര രീതിയിൽ പണികഴിപ്പിച്ച സ്നാനഗൃഹം. രാജകുടുംബാംഗങ്ങൾക്ക് സ്നാനം ചെയ്യുവാനായി അന്നത്തെ രാജാവ് അച്യുതരായർ പണികഴിപ്പിച്ചതാണ്. ചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് 30 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. കമലാപൂർ തടാകത്തിലെ വെള്ളം ഗുരുത്വാകർഷണ തത്വം ഉപയോഗിച്ചുകൊണ്ട് റോയൽ എൻക്ലോഷറിലേക്കും ഈ സ്നാനഗൃഹത്തിലേക്കും എത്തിക്കുന്നു. അതിനായി നിരവധി ചാനലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മനോഹരമായതും ഒന്നിനൊന്ന് വ്യത്യസ്തവുമായ 24 കമാനങ്ങൾ ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ പണികഴിപ്പിച്ചതാണ്. ചിലതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിജയനഗര രാജാക്കന്മാർ ചരിത്രത്തിലേക്ക് വഴി നടന്ന രാജപാതയാണ്. ഈ പാത ചെന്നെത്തുന്നത് ഇവരുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്കാണ്. ഏകദേശം 59,000 സ്ക്വയർ മീറ്ററിലായി പരന്നുകിടക്കുന്ന ഈ കോർ ഏരിയയിൽ മഹാനവമി ഡിബ്ബ, രഹസ്യാറകളോടുകൂടിയ രാജാവിൻ്റെ കൊട്ടാരം, 44 അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തുടങ്ങിയവയാണുള്ളത്. കോട്ടയുടെ ഭാഗമായിരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഭീമൻ വാതിലുകൾ.
ഇതാണ് കോട്ടമതിലിന്റെ ക്രോസ് സെക്ഷൻ. രണ്ട് വലിയ കല്ലുകൾക്കിടയിൽ ചെറുകല്ലുകൾ നിറച്ച് സിമെന്റിംഗ് ഇല്ലാതെ ബലപ്പെടുത്തിയിരിക്കുന്നു. വിജയനഗര രാജാക്കന്മാരിൽ ഏറെ പ്രശസ്തനായിരുന്ന കൃഷ്ണദേവരായർ ഒറീസയിലെ ഉദയഗിരി കീഴടക്കിയതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പണികഴിപ്പിച്ചതാണ് മഹാനവമി ഡിബ്ബ എന്ന ഈ കൂറ്റൻ സ്റ്റേജ്. ഇവിടെയാണ് ദസറ ആഘോഷങ്ങൾ നടക്കാറ്. സൈനിക മാർച്ച് പാസ്റ്റ്, അഭ്യാസ പ്രകടനങ്ങൾ, ഗുസ്തി മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇവിടെയിരുന്നാണ് വീക്ഷിക്കുന്നത്. കൃഷ്ണദേവരായരുടെ കാലമായപ്പോഴേക്കും വിജയനഗരം പൂർണ്ണമായും ഒരു സെക്യുലർ കാഴ്ചപ്പാടുള്ള രാജ്യമായി പരിവർത്തനം ചെയ്തിരുന്നു. ഇതിനുദാഹരണമായി ചരിത്രകാരന്മാർ പറയുന്നത് മഹാനവമി ഡിബ്ബയിൽ എവിടെയും മതചിഹ്നങ്ങളില്ല എന്നതുതന്നെ. മൃഗയാവിനോദങ്ങൾ, നൃത്തനൃത്യങ്ങൾ, അഭ്യാസ പ്രകടനങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയാണ് കൊത്തിവെച്ചിട്ടുള്ളത്. മഹാനവമി നാളിലാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. രാജ്യത്തിന് കീഴിലുള്ള വിവിധ ഗവർണറേറ്റുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നികുതി ഇതര വരുമാനത്തിന്റെ കണക്കുകൾ, പിരിഞ്ഞുകിട്ടാനുള്ള തുകയുടെ വിവരങ്ങൾ മുതലായവ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തെ അറിയിക്കുന്ന പതിവുണ്ട്. രാജാവിനെ ഭരണനിർവഹണത്തിന് സഹായിക്കാനായി ഗവർണർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും. ഇതിൽ സ്ത്രീകളുടെ പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജഡ്ജ്, അക്കൗണ്ടന്റ്, ക്ലർക്ക് മുതലായ പദവികൾ സ്ത്രീകൾ അലങ്കരിക്കുന്നു. ഈ പടവുകൾ കയറിയാണ് രാജാവ് സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത്. മഹാനവമി ഡിബ്ബയുടെ മുകളിൽ നിന്നുള്ള റോയൽ എൻക്ലോഷറിന്റെ കാഴ്ചകൾ. ഇത് മഹാനവമി സ്റ്റേജിന്റെ പിറകുവശം. ഇതിൽ ചൈനക്കാരുടെ രൂപങ്ങളും കാണാം. ഇത് ചൈനയുമായുള്ള ശക്തമായ വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ആനകൾക്ക് കുടിക്കുവാനായി പാറയിൽ തന്നെ കൊത്തിയെടുത്ത ജലസംഭരണിയാണിത്. കമലാപൂർ തടാകത്തിലെ വെള്ളം ഇവിടെ എത്തിച്ച് കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ച ചാലുകളിലൂടെ പുഷ്കരണിയിലേക്കും ആന, കുതിര തുടങ്ങിയ മൃഗങ്ങൾക്ക് കുടിക്കാൻ കല്ലിൽ നിർമ്മിച്ച ചെറുപാത്രങ്ങളിലേക്കും എത്തിക്കുന്നു. റോയൽ എൻക്ലോഷറിലെത്തുന്ന കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാണ് അതിമനോഹരമായി നിർമ്മിച്ച ഈ ജലാശയം. കറുത്ത ശിലകളിൽ ജാമ്യതീയ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ മനോഹര നിർമ്മിതി വിജയനഗര വാസ്തുവിദ്യയുടെ മഹത്വം വിളിച്ചോതുന്നു. കമലാപൂർ തടാകത്തിലെ ജലം കൽപ്പാത്തിയിലൂടെ ഈ പുഷ്കരണിയിലെത്തുന്നു. ഈ ജലാശയത്തിൽ നിന്ന് പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമാണ് ജലമെടുത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതിനു മുന്നിലായി തകർക്കപ്പെട്ട നിലയിൽ കാണുന്നത് രാജാവ് നിത്യപൂജ ചെയ്യുന്ന ലക്ഷ്മി ക്ഷേത്രമാണ്. കൊട്ടാരത്തിലെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച വലിയ ജലസംഭരണികൾ. ലഭ്യമായ ജലത്തെ ശേഖരിക്കുവാനും അത് ഫലപ്രദമായി വിനിയോഗിക്കുവാനുമുള്ള ഒരു വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം അന്ന് നിലവിലുണ്ടായിരുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ കിണറുകൾ, ജലസംഭരണികൾ മുതലായവ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ള ഭരണകാര്യങ്ങൾ രാജാവ് തന്റെ ഏറ്റവും വിശ്വസ്തരുമായി ചർച്ച ചെയ്തിരുന്നത് ഈ ഭൂഗർഭ അറകളിൽ വെച്ചായിരുന്നുവത്രേ. ഇടുങ്ങിയ ഇടനാഴികളോടെയുള്ള ഈ അറകളുടെ നിലവും ചുവരുകളും കല്ലുപാകി ഉറപ്പിച്ചിരിക്കുന്നു. അറകൾക്കകത്ത് നല്ല ഇരുട്ടാണ്.
കുതിരകൾക്ക് വെള്ളം നൽകുന്നതിനായി പ്രത്യേക ആകൃതിയിൽ കല്ലിൽ നിർമ്മിച്ച ജലസംഭരണി. വിജയനഗരത്തിന്റെ കൊട്ടാരവളപ്പിനകത്തു തന്നെ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഹസാര രാമക്ഷേത്രം. 15-ാം നൂറ്റാണ്ടിൽ അന്നത്തെ രാജാവായ ദേവരായ രണ്ടാമൻ പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. 1000 രാമരൂപങ്ങൾ കല്ലിൽ കൊത്തിവെച്ചതിനാലാണ് ഇതിന് ഹസാര രാമക്ഷേത്രം എന്ന പേര് വന്നത്. ആദ്യകാലത്ത് ഇത് ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. പിന്നീട് ഇന്ന് കാണുന്ന രൂപത്തിൽ വിപുലീകരിച്ചു. ക്ഷേത്രച്ചുവരുകളിൽ രാമായണ കഥ മുഴുവനായും കൊത്തിവെച്ചിട്ടുണ്ട്. രാമന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ. പ്രാചീന കന്നഡ ലിപിയിൽ ക്ഷേത്രചരിത്രം ആലേഖനം ചെയ്തിരിക്കുന്നതാണത്രേ. ബാലി സുഗ്രീവ യുദ്ധം, രാമലക്ഷ്മണന്മാർ സീതയോടുകൂടി വനവാസത്തിന് പോകുന്ന മുഹൂർത്തം, രാമരാവണ യുദ്ധം, മാനായി വന്ന മാരീചൻ, ഇത്തരത്തിലുള്ള കറുത്ത തൂണുകൾ പൊതുവെ 3-ാം നൂറ്റാണ്ടിലെ ചാലുക്യരുടെ കാലത്തുള്ള ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നതാണ്. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കുവശത്തായി നീളത്തിൽ ഒരു വലിയ വാണിജ്യ കേന്ദ്രം ഉണ്ടായിരുന്നുവത്രേ. ഏകദേശം 930 മീറ്റർ നീളത്തിലുള്ള ഈ സ്ട്രീറ്റിനെ പാൻ സുപാരി സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലേപാക്ഷിയിലെ വീരഭദ്ര ക്ഷേത്രം, കാഞ്ചീപുരത്തെ ഏകാംബരനാഥ ക്ഷേത്രത്തിന്റെ 188 അടി ഉയരമുള്ള കിഴക്കേ ഗോപുരം, ചിത്രദുർഗ കോട്ട, വെല്ലൂർ കോട്ട മുതലായവയാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന സംഭാവനകൾ. അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായ വെല്ലൂർ കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസാനത്തെ രാജവംശമായ അരവിഡു രാജവംശത്തിന്റെ കൂട്ടക്കൊലക്ക് സാക്ഷ്യം വഹിച്ച കോട്ടയാണ്. 1565 തളിക്കോട്ട യുദ്ധം വിജയനഗരത്തിന്റെ അവസാനത്തിന്റെ ആരംഭമായി കണക്കാക്കാം. ഡക്കാൻ സുൽത്താനേറ്റുകളുമായുള്ള ആ യുദ്ധത്തിൽ ഇരുവിഭാഗങ്ങളായി ഏകദേശം 1.5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത രാമരായരും ഇതിൽ ഉൾപ്പെടുന്നു. 200 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത ഹംപി നഗരം ചരൽക്കൂനയായി മാറാൻ വെറും 6 മാസമേ എടുത്തുള്ളൂ എന്നത് മറ്റൊരു ദുഃഖസത്യം. പിന്നീട് ഒരിക്കലും വിജയനഗരത്തിന് അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനായില്ല. തലസ്ഥാനം പെനുഗൊണ്ടയിലേക്ക് മാറ്റേണ്ടി വന്നു. 1646 വെല്ലൂർ ഫോർട്ടിൽ വെച്ച് വിജയനഗര സാമ്രാജ്യത്തിന് തിരശീല വീണു.
നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഒരു തലമുറക്ക് പകർന്നു നൽകാനായി കാലം തന്നെ ചിലപ്പോൾ ചിലതെല്ലാം തകർക്കപ്പെടാതെ ബാക്കി വെപ്പിച്ചതായിരിക്കാം ചരിത്രത്തിൻ്റെ ഈ തിരുശേഷിപ്പുകൾ.